Hi everyone, how are you beautiful people? This is me, Sumayan. Welcome back to my video. അപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ ഫ്ലാപ്പ് ടു ഫാപ്പ് സീരീസൊക്കെ ഞാൻ നിർത്തിപ്പോയി എന്ന്. ആക്ച്വലി ഞാൻ നിർത്തിയിട്ടൊന്നും പോയില്ല. കഴിഞ്ഞ ഏകദേശം ഇപ്പോൾ 2 മാസം ആവാറായി ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ജൂൺ തുടക്കം തൊട്ട് എന്താ പറയുക, എൻ്റെ വർക്കൗട്ട്സ് ഡയറ്റ് എല്ലാം തെറ്റിയിരിക്കുകയാണ്. കാരണം കുറേ അലർജീസ്, അസുഖങ്ങൾ, പിന്നെ ഫ്യൂണറൽ ഉണ്ടായിരുന്നു. അതിനുശേഷം കുറേ അലർജീസ്, ജലദോഷം, തലയ്ക്ക് ബുദ്ധിമുട്ട്, ഇതെല്ലാം വന്നു. പിന്നെ ടു ബി ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഇതെല്ലാം മാറി വന്നപ്പം ഇത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് എൻ്റെ ഓഡിയൻസിനോട്, എൻ്റെ വ്യൂവേഴ്സിനോട് കള്ളം പറയാൻ താല്പര്യമില്ല. ഈ ഒരു വെയ്റ്റ് ലോസ് ജേർണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പം അത് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ഹാവ് എന്താ പറയുക ലോട്ട് ഓഫ് എന്താ ഡിഫിക്കൽട്ടീസ്. ഒരു മുള്ളു നിറഞ്ഞ വഴിയാണെന്ന് വേണം തന്നെ പറയേണ്ടത്. സോ ഞാനിപ്പം ഞാനിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ. ഒരു ജൂലൈ 13 തൊട്ട് ഞാനൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ട്രൈ ചെയ്ത് തുടങ്ങി. അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ ഈ കോലമൊക്കെ ഇങ്ങനെ ആവാൻ കാര്യം, ഞാൻ ഇന്ന് തൊട്ട് വർക്കൗട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചിലപ്പം നെക്സ്റ്റ് ഡേ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ജൂലൈ 25-നാണ്. സോ ചിലപ്പോൾ 26-നോ 27-നോ മറ്റോ ആയിരിക്കും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ 20 മിനിറ്റ്സ് ഗ്രോ വിത്ത് ജോയുടെ ഒരു വർക്കൗട്ട് ചെയ്തു. ആസ് യു ക്യാൻ സി മൈ ഹോൾ ലുക്ക്. 20 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടായിരുന്നു. നോക്കിയേ, ഒരു ഫോട്ടോ എടുത്തതാണ് അതിൻ്റെ ഇടയിൽ. സോ അപ്പോൾ വീണ്ടും ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. 20 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടാണ് ഞാൻ തൽക്കാലം ചെയ്യുന്നത്. അപ്പം 5 ഡേയ്സ് 6 ഡേയ്സ് ഇൻ എ വീക്കാണ് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 5 ഡേയ്സ് ഗ്രോ വിത്ത് ജോയുടെ, അതിൻ്റെ തമ്മിൽ ഞാനിവിടെ കൊടുത്തിരിക്കാം. ഗ്രോ വിത്ത് ജോയുടെ ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു വർക്കൗട്ടുണ്ട്. 5 ഡേയ്സ് അതായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ഒരു 1 ഡേ ഞാൻ ഡാൻസ് വർക്കൗട്ടായിരിക്കും ചെയ്യുന്നത്. ഗ്രോ വിത്ത് ജോയുടെ തന്നെ ഡാൻസ്, നമുക്ക് ഒരു മടുപ്പ് തോന്നരുതല്ല കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ. സോ 5 ഡേയ്സ് 20 മിനിറ്റ്സിൻ്റെ ഒരു വർക്കൗട്ടും പിന്നെ 1 ഡേ ഇതേപോലെ ഡാൻസ് വർക്കൗട്ടും ആയിരിക്കും. ആൻഡ് ഒബ്വിയസ്ലി 6 ഡേയ്സ് കഴിയുമ്പോൾ പിന്നെ ഒരു ഡേയും കൂടെ ബാക്കിയുണ്ടല്ലോ, അത് റെസ്റ്റ് ഡേ ആയിരിക്കും. ഐ നോ ഞാൻ കൺസിസ്റ്റൻ്റ് അല്ല എന്ന്. ബിക്കോസ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന്. ഒരു ഫോട്ടോയും കൂടെ എടുത്തതാണ്. അപ്പം വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും ഇതത്ര എളുപ്പമുള്ള വഴിയല്ല എന്ന്. ഇടയിലൊരു തടസ്സം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാനാണ് ഭയങ്കര പാട്. സോ ഞാനിപ്പോൾ ഫൈനലി റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഐ ഡോണ്ട് നോ ഹൗ ലോങ് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം. എന്തായാലും ഒരു ഓഗസ്റ്റ് മാസത്തോടെ എനിക്ക് എന്തായാലും ജിമ്മിൽ കയറണമെന്ന പ്ലാനുണ്ട്. ഓക്കെ, സോ ടിൽ ദാറ്റ് ഡേ ജിമ്മിൽ പോകുന്നത് വരെ എൻ്റെ ഗ്രോ വിത്ത് ജോയുടെ ഈ വർക്കൗട്ട്സ് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇടയിൽ കുറച്ച് ഇതൊക്കെ ഞാൻ എന്തായാലും അപ്ഡേറ്റ്സൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാം. ആൻഡ് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്യുന്നത്, അത് ഞാൻ ഓൺലൈൻ വഴി ഒരെണ്ണം പർച്ചേസ് ചെയ്തതാണ്. ഐ തോട്ട് വൈ ഡോണ്ട് ഐ ട്രൈഡ്. മേ ബി ഇതിനോട് നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്ന ഒരുപാട് പേര് കാണും. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഏതൊരു സാധനത്തിലാണ് പ്രശ്നങ്ങളില്ലാത്ത. നമുക്ക് ഒന്നും ഇപ്പം നമ്മൾ കഴിക്കുന്ന ഓട്സ് ആവട്ടെ, ഫ്രൂട്ട്സ്, ഇപ്പം ഞാനിപ്പം ഒരു ഡയറ്റിൽ ഇപ്പോൾ ഫോളോ ചെയ്ത് ഡയറ്റ് പോട്ടെ, ഇപ്പം നമ്മളിപ്പോൾ പച്ചക്കറി, ഫ്രൂട്ട്സ്, ധാന്യങ്ങൾ, അരി, ഇതെല്ലാം നമ്മൾ വാങ്ങിക്കുന്നു. പക്ഷേ ഇതിലെല്ലാത്തിലും നമുക്ക് എന്താ പറയുക, അതിൽ എന്തെങ്കിലും ഹാംഫുള്ളായിട്ടുള്ള അടങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയൂ ഇല്ല. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഐ വിൽ ട്രൈ ഇറ്റ് ഔട്ട്. ഒരു 18 ഡേയ്സിൻ്റെ ഒരെണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഇടയിൽ ഒരു 3-4 ഡേയ്സ് ആക്ച്വലി മിസ്സായി ഞാൻ. പക്ഷേ പിന്നെ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്തു തുടങ്ങി കുടിക്കാൻ. സോ അതിനെയൊക്കെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ പറയാം. സോ എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോവുക. ഇടയിലൊരു ബ്രേക്ക് വന്നാലും, ഞാൻ എൻ്റെ ഇൻട്രോ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞു, ഫ്ലാപ്പ് ടു ഫാപ്പ് സീരീസിൽ ഇൻട്രോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയിൽ ചിലപ്പോൾ ബ്രേക്ക് വരാം. ദറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ ബിക്കോസ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. ഈവൻ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഇതിന് പോലും എന്താ പറയുക, പ്രശ്നങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, റൈറ്റ്? അപ്പം നമുക്കും അതേപോലെ വരാം. എനിക്ക് കുറേ അസുഖങ്ങൾ കാര്യങ്ങളെല്ലാം വന്ന് ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് വന്നതാണ്. എനിവേസ് ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ളത്. ഓരോ ഡേയിലും ഞാനിങ്ങനെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഓരോ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിടാം. പക്ഷേ നെക്സ്റ്റ് ഡേയിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. തംബ്നെയിൽസൊക്കെ ഭയങ്കര രീതിയിൽ എഡിറ്റ് ചെയ്യാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, അതിനുള്ള ടൈമൊന്നും കിട്ടൂല. എനിവേസ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. ഡയറ്റും കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ. ഇന്ന് പിന്നെ ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ രാവിലെ ഓട്സ് ഷേക്ക് കുടിച്ചെങ്കിലും ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി ബിരിയാണി കഴിച്ചു. കാരണം മെസ്സിൽ ബിരിയാണി ആയിരുന്നു ഇന്ന്. അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് ബിരിയാണി കഴിച്ചു. സോ ഇനിയിപ്പോൾ രാത്രി ഓട്സ് കുടിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്.
പിന്നെ അടുത്ത മാസം ജിമ്മിൽ പോയി തുടങ്ങുന്നത് വരെ എന്തായാലും ഈ വർക്കൗട്ട്സൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇടയിലിടയിൽ ഞാൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. റാൻഡം വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും അത് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആരെങ്കിലും ലൈക്ക് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്. നെഗറ്റീവ് അടിക്കണ്ട. ഇപ്പോൾ വീണ്ടും ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഐ എം ഗോയിങ് ടു കണ്ടിന്യൂ. ഓക്കെ, സോ ഇതെൻ്റെ ഗ്രോ വിത്ത് ജോയുടെ വർക്കൗട്ടിൻ്റെ ഡേ 1 ആണ്. ജൂലൈ 25-നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഡേ 1. ഹോപ്പ്ഫുള്ളി തടസ്സങ്ങളൊന്നും ഇല്ലാതെ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ദെൻ ബൈ.